പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് എക്സാമിന്റെ കാലമാണ്. നിങ്ങൾ എല്ലാവരും എക്സാമുമായി ബന്ധപ്പെട്ട് ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ സബ്ജക്റ്റ് മൊത്തം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അല്ലെ. എപ്പോഴും ഒരു സബ്ജക്റ്റ് മൊത്തം പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ കിട്ടുമ്പോൾ നമുക്ക് ഇതുവരെ കാണാത്ത, നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അതിൽ കാണുന്നതെന്ന് വിചാരിക്കാം. പെട്ടെന്ന് കുട്ടികൾ പാനിക്കാവും, കുട്ടികൾക്ക് ആകെ വിഷമാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പഠിപ്പിക്കുന്ന സിലബസ് നിന്ന് മാത്രമേ കുട്ടികൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അതുകൊണ്ട് എന്ത് ടഫ് ക്വസ്റ്റ്യൻ കണ്ടാലും ഇത് ഞാൻ പഠിച്ചതാണ്, ഇത് ഞാൻ എന്റെ നോട്ട്ബുക്കിൽ ഉള്ളതാണ് എന്ന് വ്യക്തമായൊരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും എനിക്ക് പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് പരിചയമുള്ളതാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ, ഒരു സംശയം വേണ്ട, അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്നിട്ട് നിങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ഏകദേശം ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് വന്നെന്ന് ആലോചിക്കുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ അറിയുക അത് എഴുതി വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഒരു എക്സാമില് ഏറിപ്പോയ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ടഫായിട്ട് വരുള്ളൂ. അതുകൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ മക്കളെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തൂടെ. സോ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി എക്സാം പാസ്സാവാൻ പറ്റട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.